ഹലോ ഗൈസ്, മഴത്തോരു മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാമച്ചനോട് കുര്യച്ചൻ്റെ മകൻ പറയുന്നുണ്ട്, ഇതൊരു പീഡന കേസാണ്, അതുകൊണ്ട് നമുക്ക് പരിധിയുണ്ട് ഇതിലൊക്കെ ഇടപെടാനായിട്ട്. പിന്നീട് ആ പെൺകുട്ടി അത്ര നിരപരാധിയാണോ എന്നുള്ള കാര്യത്തിന് നമുക്ക് സംശയമുണ്ടല്ലോ എന്ന് പറയും. അന്നേരം മാമച്ചൻ പറയും, ആ കുട്ടി പളുങ്ക് പോലെ നിർമ്മലമാണ്, ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഇവളെ പോലെ തന്നെ പാവമാണ് ആ പെൺകുട്ടി, അവൾക്ക് പറയാനും ചോദിക്കാനും ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ പറയും. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്, എന്നാൽ നീ ഒന്ന് അച്ഛനെ വിളിച്ച് നോക്കാൻ പറയും. അങ്ങനെ അവൾ വന്ന് അടുക്കളയിൽ നിന്ന് അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ പോലീസിലെ ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അന്നേരം ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, മോളെ ഇതൊരു പ്രമാദമായ പീഡന കേസാണ്, നാളെ തന്നെ ഇത് ലോകം മുഴുവൻ അറിയും, അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അച്ഛാ എന്നൊക്കെയാണെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടി ആരും ഇല്ലാത്തതാണ്, അവൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഇവിടെ ഒരു എറണാകുളത്തൊരു വലിയ ഫാമിലി തന്നെയുണ്ട് എന്ന് പറയും. എന്നാലും അച്ഛനൊന്ന് തിരക്കണം, ആ പെൺകുട്ടിയെ രാത്രി മുഴുവൻ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കും. ഞാൻ തിരക്കാം മോളെ, നമുക്കങ്ങനെ ഇടപെടാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. അത് മതി അച്ഛാന്ന് ആ പെൺകുട്ടിയും പറയണം. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. എസ് ഐ വിളിച്ച് പറയുന്നുണ്ട്, അവൾ എന്ത് പറഞ്ഞു, അലീന ഒപ്പിടാൻ തയ്യാറായോ പരാതിയിൽ നിന്ന് ചോദിക്കും. ഇല്ല സാർ, അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്, അവൾ ഒപ്പിടുമെന്ന് തോന്നുന്നില്ലെന്ന് പറയും. നമ്മളുടെ തീരുമാനമാണ് ഇവിടെ നടക്കേണ്ടത്, അവൾ ആ പീഡന വീരന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളും കുറ്റകൃത്യം ചെയ്യുന്നതിന് തുല്യമല്ലേ, അതുകൊണ്ട് അവളെ കൊണ്ട് ഒപ്പിടിയിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. അന്നേരം എസ് ഐ പറയും, സാർ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, അവളിത് ചെയ്യത്തില്ലെന്ന് പറയും. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനൊന്നും വെച്ച് പൊറപ്പിക്കില്ല, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് അത് ഒപ്പിടിയിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് മുഴുവൻ അവൾ ഇവിടെ ഇരിക്കട്ടെ, അത് കഴിയുമ്പോഴത്തേനും രാത്രി ഞാൻ ഒരു ക്വസ്റ്റ്യനോട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവളെ അവന്മാർ മറ്റേ പെൺകുട്ടിയെ കൊണ്ടുപോയി ആ സ്ഥലത്തേക്ക് ഇവളെ കൊണ്ടുപോകാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ, മയക്കുമരുന്ന് തന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാമെന്നൊക്കെ പറയും. അപ്പോഴത്തേന് എസ് ഐ പറയുന്നുണ്ട്, സാർ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന്. എന്തായാലും നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചോദിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ പരാതി എഴുതി വാങ്ങിച്ചിരിക്കും, കാരണം അവന്മാരെ നമ്മൾക്ക് പുറത്ത് വിടാൻ പറ്റത്തില്ല. ഇവളുടെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആകും, അപ്പം 10 വർഷമെങ്കിലും ഇവന്മാരകത്ത് കിടക്കുകയും ചെയ്യും, നമുക്ക് ഇതിൽ നിന്ന് ഒരു നല്ല പേര് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്റ്റേഷൻ എൻ്റെ പരിധിക്കുള്ളിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ, അല്ല തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ സമയം ബാലേന്ദ്രനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കും, എല്ലാവരും കിടക്കുമ്പോൾ നീ മാത്രമേ നോക്കാനുള്ളല്ലേ, ഞാൻ പോരെ ബാലേട്ടാ, നീ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. എന്തായാലും അലീന ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. ആദ്യം സുജാതയൊന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട്, പിന്നെ പറയും, അത് പിന്നെ ബാലേട്ട അലീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് പറയും. അതെന്തിനാണ് അവളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്, അത് ചോദ്യം ചെയ്യാനാന്ന് പറഞ്ഞെന്ന് പറയും. എന്താണേലും അവളെ ചുമ്മാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അവളെ വിളിച്ചുകൊണ്ട് പോയത് ശരിയായില്ല എന്നൊക്കെ പറയാണ്. അപ്പം നേഴ്സ് പറയും, നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ബാലേന്ദ്രൻ പറയും, നീ എന്തായാലും ഫോൺ ഇങ്ങ് തരാൻ പറയുന്നിട്ട് ഫോൺ എടുത്ത് കൃഷ്ണയെ വിളിക്കുകയാണ്. കൃഷ്ണമോൾ ഫോൺ എടുക്കുമ്പോഴത്തേന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത് അലീനയുടെ ഫോണാണല്ലോ, നീ എന്തിനാ അലീനയുടെ ഫോൺ എടുത്ത് പിടിച്ചിരിക്കുന്നത് ചോദിക്കും. അത് പിന്നെ അച്ഛാ ചേച്ചി ഇവിടെ ഇല്ലയെന്ന് പറയും. എന്ത് ചോദിക്കും, പറയും പോലീസുകാർ കൊണ്ടുപോയെന്ന് പറയും. എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞില്ല എന്ന് പറയും. അച്ഛന് വയ്യാതിരിക്കില്ലേ, അതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു, പിന്നെ അലീന ചേച്ചിയും പറഞ്ഞായിരുന്നു പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയും. ഞാനിവിടെ കിടക്കുന്നു വെച്ച് എന്നോടൊന്നും പറയണ്ടല്ലേ, നിങ്ങളെല്ലാവരും അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. അപ്പം നേഴ്സും സഹോദരിയെല്ലാം കൂടി പിടിച്ച് കിടത്തുകയാണ്. ഈ സമയം വൈജയന്തിയുടെ അടുത്ത് ചെല്ലുന്ന സിസ്റ്റർ പറയുന്നുണ്ട്, മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സഹോദരി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ സഹോദരി ഒരു കാര്യം പറയുന്നത് കേട്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് പറയും. അവളെ പോലീസ് പിടിച്ചോ, അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചതായിരിക്കും, അവളുടെ കയ്യിലിരിപ്പ് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേന് പറയും, അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. ആ സഹോദരി പറഞ്ഞെന്ന് പറയും. എന്നാൽ സഹോദരി ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ പിന്നെ സിസ്റ്റർ പോയി വിളിക്കാൻ പോകണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താ മേഡം ഇങ്ങനെയൊക്കെ, ആ പെൺകുട്ടി ഒരു പാവമല്ലേ, വയറ്റിൽ കത്രിക കൊണ്ടിട്ട് ഇവിടെ അല്ലേ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്താ എന്നൊക്കെ ചോദിക്കും. അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറയും. അവൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേന് ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അപ്പം മേഡം ഇവിടെ കയ്യും കാലും എല്ലാം ഒടിഞ്ഞു കിടക്കുന്നത് മേഡത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്ന് ചോദിക്കും. അന്നേരത്തേന് വൈജയന്തി അങ്ങ് മിണ്ടായിരിക്കുകയാണ്. സുജാത വരുമ്പോഴത്തേന് വൈജയന്തി വലിയ ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. എന്താ സുജാത, ഞാനിവിടെ കിടക്കുന്ന കണ്ടിട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ നിനക്ക് തോന്നാത്തതെന്നൊക്കെ ചോദിക്കും. അത് പിന്നെ ഇപ്പം ബാലേട്ടനല്ലേ ആരുമില്ലാത്തത്, അപ്പം ബാലേട്ടൻ്റെ അടുത്തോട്ട് വന്നതാ, ചേച്ചിക്കാണെങ്കിൽ ആങ്ങളമാരും സഹോദരങ്ങളും എല്ലാം ഉണ്ടല്ലോ, അപ്പം പിന്നെ അവരൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയും.
എനിക്ക് എല്ലാവരും ഉള്ളതും ബാലേന്ദ്രൻ ആരും ഇല്ലാത്തതും ഒരുപോലെ തന്നെയാണെന്ന് പറയും. പിന്നെ എന്താ അലീനെ പോലീസ് പിടിച്ചെന്നൊക്കെ കേട്ടല്ലോ, അവളെ എന്തിനു പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കും. അവളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയതായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് സുജാതയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സുജാത പറയും, അവളെ ചുമ്മാ വിളിച്ചുകൊണ്ട് പോയതൊന്നും അല്ല, ചേച്ചിയുടെ മകനെ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് ബലാത്സംഗം ചെയ്യാൻ നോക്കിയില്ലേ, അതിനു വേണ്ടി പരാതി എഴുതി വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോയെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് വൈജയന്തി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സിസ്റ്റർമാരൊന്നും ഉപയോഗിച്ചോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അങ്ങ് നാണക്കേടുവാകും. പറയും, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നു ചോദിക്കും. പിന്നെ ചേച്ചി എന്തിനാ അലീനെ അത്രയ്ക്ക് കുറ്റം പറഞ്ഞത്? അലീന അന്ന് വയറ്റിൽ കത്രിക കുത്തി കയറ്റി രക്ഷപ്പെട്ടതല്ലായിരുന്നോ? ഇപ്പം എന്തായാലും പോലീസ് അങ്ങനെ ഒരു കേസുള്ള അറിഞ്ഞ സ്ഥിതിക്ക് അതിൽ എഴുതി വാങ്ങിച്ചിട്ട് അവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ തന്നെയായിട്ട് ഇരിക്കുന്നത്. അവൾ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ചേച്ചിയുടെ ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെയാണ് ചിലപ്പോൾ അവളങ്ങ് പരാതി കൊടുത്തെന്നിരിക്കും. ചേച്ചിയുടെ മകൻ പിന്നെ ജന്മത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുജാത ഇറങ്ങി അങ്ങ് പോവാണ്. വൈകിട്ട് CI വീണ്ടും വരുന്നുണ്ട്. ആ സമയത്ത് അലീന അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേന് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ പരാതി എഴുതി തയ്യാറാക്കി തന്നില്ലേന്ന് ചോദിക്കും. അവൾ ഒപ്പിട്ട് തന്നോന്ന് ചോദിക്കും. പറയും, ഇല്ല സാർ എന്ന് പറയും. എന്നാൽ ഇവളെ മേളിലോട്ട് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പം പോലീസുകാർ വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ടാണ് പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കും. എനിക്കില്ലാത്ത പരാതി ഞാൻ എന്തിനാണ് എഴുതി കൊടുക്കുന്നത് മാഡം, അതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കില്ല എന്ന് പറയും. നീ എന്തിനാ പീഡനവീരന്മാരെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത്? നിനക്ക് പണിക്കർ സാറിനെ അറിയത്തില്ലാണ്ടാ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ അദ്ദേഹം ഇരിക്കത്തുള്ളൂ എന്ന് പറയും. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, ഞാൻ എന്തായാലും ഇങ്ങനൊരു പരാതി എഴുതി തരത്തില്ല എന്ന് പറയും. എന്നെ എല്ലാവരും കൂടി മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ കോടതി പറയും. എന്നെ നാളെ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുമല്ലോ, അന്നേരം ഞാൻ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഞാൻ നാളെ മീഡിയക്കാരൊന്നും ഉപയോഗിച്ച് ഞാൻ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായെന്നുള്ള കാര്യം ഞാൻ പറയുമെന്നൊക്കെ പറയും. അപ്പോഴത്തേന് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ചോദിക്കുക. അതെ, നിങ്ങളുടെ നമ്പർ പേരും എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോക്കാൻ പറയും. എന്നാൽ നീ മേലോട്ട് കയറി വാ, അന്നേരത്തേന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അലീനയെ മേലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.